ഒരു കൃഷിയുള്ള ഒരു വെറൈറ്റി ആയ ഒരു കപ്പ കൃഷിയിലെ കടത്തി വെച്ചിട്ടുള്ള ഒരു കപ്പ കൃഷിയിലെ ഇതവിടെ 4 തണ്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. 1 2 3 4 തണ്ട് പൊടിച്ചിട്ടുണ്ട്. പിന്നെ ഈ കപ്പ കൃഷിക്ക് ഞാനിപ്പോൾ തോലും വളവും വെച്ചിട്ട് മണ്ണേറ്റി കൊടുക്കാനാണ് പോകുന്നത്. ഇത് കണ്ട, ഇത് ഇവിടെ ബയക്കിയിട്ട് പുല്ലും കാടുവാണ്. ഇത് ഇതിൻ്റെ മേലെ അടിയിൽ ആദ്യം നിരത്തി വെക്കുക. അതിന് ശേഷം പിന്നെ ഇതിങ്ങനെ ചെയ്യുക. അതിന് ശേഷം ഇതിങ്ങനെ കണ്ട, ഇതെല്ലാം കൂടി വാരി ഇതിൻ്റെ അകത്ത് നിന്ന് അടച്ചിട്ട് പിന്നെ അതിൻ്റെ അകത്ത് കരിയില നിറക്കുക. ഇതിങ്ങനെ നിറച്ചിട്ടാകുമ്പോൾ കരിയിലും കൂടി നിറക്കുക. ഇതിങ്ങനെ ഒരുപാട് ഇതാണ് നമുക്ക് ഇതേ ഉള്ളൂ തോല്. പാട് ഇതിങ്ങനെ വാരി നിറച്ച് കഴിഞ്ഞാൽ ഈ കാടൊന്നും എവിടെയും പോവുകയില്ല. ഈ കാടിന് നല്ല വളമായിട്ട് വരികയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബാക്കി കൂട്ടിയ കാട് ഇതിൻ്റെ ചുവട്ടിലിടുന്നു. കണ്ടില്ലേ, ഇതേപോലെ ചുവട്ടിലിട്ട് കഴിഞ്ഞാൽ മണ്ണും അത്രേ കയറ്റുണ്ട്. ഇതിന് മണ്ണ് കയറ്റി കൊടുക്കണം. അതിനാണ് ഞാനിപ്പോൾ ഇതിട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ഇടിയിട്ട് കൊടുത്തു. ഞാനിപ്പോൾ ഇന്നതിനിപ്പോൾ എടുക്കാൻ പോകുന്ന വെച്ചാൽ ഇനി ഇടാം കുറച്ച് കരിയില വാരിയിട്ട് ഇട്ട് കൊടുക്കട്ടെ. കരിയില ഇതേപോലെ കരിയില വാരിയിട്ട് ഇട്ട് കൊടുക്കട്ടെ. കണ്ടില്ലേ, ഇതേപോലെ കരിയില വാരിയിട്ട് ഇട്ട് കൊടുക്കുക. ഈ കരിയില ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ എന്നിട്ട് വേണം മണ്ണിട്ട് കൊടുക്കാൻ. ഇതിന് ശേഷം ഇതിൻ്റെ മണ്ണിട്ട് നമുക്ക് മണ്ണ് കയറ്റി കൊടുക്കാം. ഇതാണ് ആ കരിയിലും കൂടി അതിൻ്റെ മേലെ വാരിയിട്ട് കഴിഞ്ഞാൽ ആ പുല്ലെല്ലാം അങ്ങ് അവിഞ്ഞോളും. കണ്ടില്ലേ, ഇതുപോലെ കരിയില വാരിയിട്ട് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഇതിൻ്റെ മേലെ മണ്ണ് കൊത്തിയിട്ട് ഇട്ട് കൊടുക്കട്ടെ. ഇനിയിപ്പം മണ്ണ് കൊത്തി കയറ്റട്ടെ. കണ്ടില്ലേ, ഇതേപോലെ ഈ മണ്ണ് കൊത്തിയിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. കണ്ട, ഇതേപോലെ മണ്ണ് കൊത്തിയിട്ട് നാളെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കൊത്തിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നാൽ എന്തുണ്ടെന്ന് വെച്ചാൽ നല്ല ഒരു മരട് ഒരു ചോടിന് നമുക്ക് 4 ചോടിന് കിട്ടുന്ന കിഴങ്ങ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതേ രൂപത്തിൽ നട്ടിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നട്ടിട്ട് നല്ല കിഴങ്ങ് കിട്ടി എനിക്ക്. ഇതേപോലെ നട്ടിട്ട് അതാണ് ഞാനിപ്പോൾ ഇവിടെ മണ്ണ് കയറ്റി കാണിച്ചു കൊടുക്കാൻ പോകും. കണ്ടില്ലേ, ഇതേപോലെ ഇതുപോലെ മണ്ണ് കയറ്റിയിട്ട് ഇട്ട് കൊടുക്കുക. ചളി മണ്ണായിപ്പോയി. കണ്ടില്ലേ, ഇനിയിപ്പം ഇത് പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ചാരം ഇട്ടു. പിന്നെ വളം ഇട്ട് കൊടുത്തിട്ടില്ല. വളം കൂടെ മറന്നു പോയി കേട്ടോ. ഇനി കുറച്ച് വളം കൂടെ മറന്നുപോയി. ഞാൻ ചാരവും ഇതും കൂടി ഇട്ട് കൊടുക്കട്ടെ. ചാരവും കുറച്ച് പിന്നെ പോട്ടി മിക്സ് ഇതും കൂടി ഇട്ട് കൊടുക്കട്ടെ. കണ്ട, ഇനി ചാരം ഇട്ട് കൊടുത്താൽ തന്നെ നല്ല ഇതാണ്. ഇത് കിടത്തിയിട്ട് ഇങ്ങനെ നമ്മൾ കിടത്തി വെച്ച് ആ വേഗിലെ ഇതാണ്. ഇതിന് നല്ലപോലെ വിളവുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഞാനിതിങ്ങനെ ഇട്ടിട്ട് നല്ല വിളവ് കിട്ടി എനിക്ക്. കണ്ട, ഇതും കൂടി ഇട്ട് കൊടുത്താൽ ഇപ്പം നല്ലോണം മണ്ണങ്ങ് കയറ്റി കൊടുത്താൽ ഇനി ഒരു പ്രാവശ്യവും കൂടി മണ്ണ് കയറ്റി കൊടുക്കണം. എന്നാൽ നല്ല ഉഷാറായിട്ട് വന്നോളും. ഇതാണ് നമുക്ക് ഇനിയിപ്പോൾ അതിന് മണ്ണ് കയറ്റി ഇട്ട് കൊടുത്താലോ. അതില്ലേ, ഇതേപോലെ നല്ല പോലെ മണ്ണ് കയറ്റി കൊടുക്കണം. അതാണ് വേണ്ടത്. കണ്ട, ഉണ്ടല്ലേ, ഇതേപോലെ മണ്ണ് കയറ്റി കൊടുക്കുക. ഇതാണിപ്പം വേണ്ടത്. ഉണ്ടല്ലേ, ഉണ്ടല്ലേ, ഇതേപോലെ മണ്ണിട്ട് കൊടുത്താൽ നല്ല പോലെ കിഴങ്ങ് കീയും. എനിക്ക് നല്ല കിഴങ്ങ് കിട്ടീന്. കഴിഞ്ഞ പ്രാവശ്യം കളച്ചിട്ട് നല്ലോണം വിളവുണ്ടായിന്. ഉണ്ടല്ലേ,
ഇതുപോലെ രണ്ട് ഭാഗത്തുനിന്നും മണ്ണ് കൊത്തി കയറ്റിയാൽ എന്താ മണ്ണ് ഇതിൻ്റെ അകത്ത് കയറ്റി ഇട്ട് കൊടുക്കുക. ഇവിടെ കിളക്കാൻ മണ്ണ് കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കഷ്ടപ്പാട്. കണ്ടില്ലേ, ഇതേപോലെ കണ്ടല്ലോ. എന്താ കണ്ടില്ലേ, ഇതേപോലെ ഇതിപ്പോൾ ഇത് കണ്ടല്ലോ. അതാ ഇതിപ്പോൾ കണ്ടില്ലേ, ഇതാ ഇതുപോലെ മണ്ണിട്ടിട്ട് കൊടുത്താൽ നല്ല അടിപൊളി കപ്പയായിട്ട് വരും. കണ്ടല്ലോ, ഇത് കടത്തി വെച്ചിട്ടിങ്ങനെ കടത്തി വെച്ചിട്ട് വെച്ച ഒരു വെറൈറ്റി കപ്പയാണ്. ഇനി മണ്ണിട്ട് കൊടുക്കില്ല. കേട്ടോ, നല്ലപോലെ കഴിഞ്ഞ് 4 മരട് കഴിഞ്ഞേ ഉള്ളൂ. 4 മരടാ ഉള്ളത്. അതിന് നല്ലപോലെ 4 കിഴങ്ങിൻ്റെ കിട്ടും. ഇതാണ്, ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് തരിക. ലൈക്ക് അടിക്കുക, ഹൈപ്പ് അടിക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും സബ് ചെയ്യാത്തവരെങ്കിൽ സബ് ചെയ്യുക. എൻ്റെ സൗണ്ടിന് എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പ്രായത്തിൻ്റെ ഇതുകൊണ്ടാണ് എനിക്ക് അത്രയും ആവുന്നില്ല. ഇവിടെ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. ഓക്കെ.